അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. സഹിക്കാൻ പറ്റാത്ത വാർത്തയാണ്. ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന ഞങ്ങൾ പോലും ഇതുപോലുള്ള ചില മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ സ്റ്റക്കായി പോകാറുണ്ട്. ഇത് എങ്ങനെ നിങ്ങളുടെ മുന്നിലെത്തിക്കുമെന്ന് കരുതി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നമുക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും? പ്രിയപ്പെട്ടവരെ, മരണവാർത്തയാണ്. ഒരു 15 വയസ്സുകാരൻ്റെ മരണം. മരണപ്പെട്ടവർ പടച്ച റബ്ബിലേക്കാണ് മടങ്ങിയത്. പക്ഷേ ഇവിടെ ജീവിച്ചിരിക്കുന്നവരുണ്ട്. ആ പൊന്നുമോൻ്റെ കുടുംബം, പൊന്നുമോൻ്റെ മാതാപിതാക്കൾ. അവർക്ക് പടച്ച റബ്ബ് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. അവരുടെ മനസ്സ് മാറാതെ പടച്ച റബ്ബ് നോക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. മക്കൾ മരണപ്പെട്ടാലുള്ള അവസ്ഥ, ആ മാതാപിതാക്കളുടെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. നമ്മൾ അവരുടെ മനസ്സ് തൊട്ടറിഞ്ഞതാണ്. അവരുടെ മനസ്സ് മാറാതെ നോക്കട്ടെ. മക്കൾ മരണപ്പെട്ട ഒരുപാട് മാതാപിതാക്കളുടെ മാനസിക നില തന്നെ തെറ്റിയ അവസ്ഥയിൽ ഞങ്ങൾ കണ്ടതാണ്. പടച്ചറബ് കാക്കട്ടെ. നല്ലൊരു മാസം നോമ്പുകാരനായിട്ടാണ് മിർഫാദ് മോൻ പടച്ചറബിലേക്ക് മടങ്ങിയത്. പക്ഷേ മരണകാരണം അതാണ് നമ്മളെ ഏറെ വേദനിപ്പിക്കുന്നത്. മിർഫാദ് മോന് മരണപ്പെട്ടിരിക്കുന്നത് ബൈക്ക് അപകടത്തിലാണ്. കുടുംബത്തിന് മാത്രമല്ല, അവിടെയുള്ള നാടിനും നാട്ടുകാർക്കും സഹപാഠികൾക്കും ടീച്ചേഴ്സിനും ഒട്ടും സഹിക്കാൻ പറ്റാത്ത, വിശ്വസിക്കാൻ പറ്റാത്ത മരണമായി പോയി പൊന്നുമോൻ്റെത്. പഠിക്കാനൊക്കെ നല്ല മിടുക്കനാണത്രേ. SSLC പരീക്ഷയല്ലേ, അതിനുള്ള തയ്യാറെടുപ്പായിരുന്നു ആ പൊന്നുമോൻ. അങ്ങനെ ഞായറാഴ്ച നോമ്പും നോറ്റ് കൂട്ടുകാരനായ നിദാഷിനും ഷാഫിക്കുമൊപ്പം കമ്പൈൻ സ്റ്റഡി നടത്താനാണ് മിർഫാദ് ഉമ്മയോട് സമ്മതം ചോദിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ഏറെ വേദനയായിപ്പോയത്, ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ഉമ്മ റസീനക്ക് അയച്ചു കൊടുക്കും. ആ വീഡിയോ കണ്ടപ്പോഴൊന്നും ആ ഉമ്മക്ക് തോന്നിയിട്ടുണ്ടാവില്ല, ആ ഉമ്മ ഒട്ടും കരുതിയിട്ടുണ്ടാവില്ല അത് ആ മകൻ്റെ അവസാന വീഡിയോ ആയിരിക്കുമെന്ന്. പഠിക്കാൻ പോയ പൊന്നുമോൻ നോമ്പ് തുറക്കാൻ എത്തുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ആ ഉമ്മയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. പടിവാതിൽക്കൽ മകൻ വരുന്നുണ്ടോ എന്നും നോക്കി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന ആ ഉമ്മയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യില്ലേ? പ്രിയപ്പെട്ടവരെ, ആ ഉമ്മക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. നോമ്പ് തുറക്കാൻ കാത്തിരുന്ന ആ ഉമ്മയെ തേടിയെത്തിയത് ആ മകൻ്റെ അപകട വാർത്തയായിരുന്നു. വൈകുന്നേരം 4 മണിയോടെ കർമ്മ റോഡിൽ വെച്ച് നിയന്ത്രണം വിട്ട ഇവരുടെ ബൈക്ക് ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് ഈ പൊന്നുമോന് അപകടം സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഹെൽമറ്റ് ധരിക്കുക. ഹെൽമറ്റ് ധരിക്കാതെ പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് നിങ്ങൾ പറയുക, ഹെൽമറ്റ് ധരിച്ചു പോവുക. ചെറിയൊരു വീഴ്ച മതി, തലക്ക് ചെറിയൊരു ക്ഷതമേറ്റാൽ മതി, നമുക്ക് പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല. മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ബോഡി കൊണ്ട് ഒരു ഉപകാരവുമില്ല. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ചിലര് അവയവദാനങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് സ്നേഹപൂർവ്വം നിങ്ങൾ പറയുക, ഹെൽമറ്റ് ധരിക്കാൻ. എൻ്റെ ഒരു കൂട്ടുകാരൻ മരിച്ച വേദന ഇന്നും എനിക്ക് മാറിയിട്ടില്ല. അവനും ഇതുപോലെ ഹെൽമറ്റ് ധരിച്ചിട്ടില്ലായിരുന്നു. ബൈക്കിൻ്റെ പിന്നിലായിരുന്നു അവൻ ഇരുന്നത്. പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരൻ പെട്ടെന്ന് ബ്രേക്കിട്ടപ്പോൾ അവൻ ബാക്കിലേക്ക് മറിഞ്ഞു വീണതാണ്. ചെറിയൊരു വീഴ്ചയായിരുന്നു, പക്ഷേ തലയായിരുന്നു ഇടിച്ചത്. അവിടുന്ന് തന്നെ അവന് മരണം സംഭവിച്ചു കഴിഞ്ഞു. അവൻ്റെ ശരീരത്തിനാണെങ്കിൽ ഒരു മുറിവോ ഒടിവോ ഒന്നും തന്നെ ഇല്ല. നല്ല ആരോഗ്യവാനായ മനുഷ്യൻ തല ചെറുതായി ഇടിച്ചതാണ് മരണത്തിന് കാരണം. ആ ഒരു കിടക്കുന്ന കിടപ്പ് കണ്ടാൽ സഹിക്കാൻ പറ്റില്ല മക്കളെ, സഹിക്കാൻ പറ്റില്ല. ശരീരത്തിനാണെങ്കിൽ യാതൊരു മുറിവോ ഒടിവോ ഒന്നും തന്നെ ഇല്ല. തലക്കിടിച്ച ആ ഒരു ആഘാതത്തിൽ കണ്ണും ചിമ്മി ഇങ്ങനെ കിടക്കുന്ന എൻ്റെ സുഹൃത്തിനെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. എനിക്ക് ഇന്നും മറക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് നിർബന്ധിച്ച് നിങ്ങൾ ഹെൽമറ്റ് ധരിപ്പിക്കുക. ചിലപ്പോൾ ഈ കുട്ടി ഹെൽമറ്റ് ധരിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ. അപകടത്തിൽ പരിക്കേറ്റ മിർഫാദിനെയും കൊണ്ട് എത്രയും പെട്ടെന്ന് ആ പൊന്നുമോനെയും കൊണ്ട് പല ആശുപത്രികളിലും കയറിയിറങ്ങി. അവസാനം കോട്ടക്കൽ അൽമാസ് ആശുപത്രിയിലും എത്തിപ്പെട്ടു. ഒരുപാട് പേരുടെ പ്രാർത്ഥനകളായിരുന്നു. നാടും നാട്ടുകാരും കുടുംബവും സഹപാഠികളും അധ്യാപകരും ഉസ്താദുമാരും ആ പൊന്നുമോന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, മന്ദലാം കുന്ന് SSLC പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിനിടെയുണ്ടായ ആ ഒരു വാഹന അപകടത്തിൽ പൊലിഞ്ഞത് ഒരു നാടിൻ്റെ ആകെ പ്രതീക്ഷയായ മിർഫാദ് മോനായിരുന്നു. നിരാശരായി പോയത് നൊന്തു പ്രസവിച്ച ആ ഉമ്മയും ഉപ്പയും പിന്നെ കൂട്ടുകാരുമായിരുന്നു. നിനക്ക് നോമ്പ് തുറക്കണ്ടേ മിർഫാദേ, നിനക്ക് പരീക്ഷ എഴുതണ്ടേ മിർഫാദേ? ആ മോനോട് അവസാനം ചോദിക്കേണ്ട ചോദ്യം ഇതായിരുന്നു. അവരെയാണ് ഈ പൊന്നുമോൻ നിരാശരാക്കിയത്. നോമ്പ് തുറക്കാനും പരീക്ഷ എഴുതാനും ഇനി മിർഫാദില്ല. മിർഫാദ് പടച്ച റബ്ബിലേക്ക് മടങ്ങിയിരിക്കുകയാണ്.
ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ വിവരം അറിഞ്ഞ ഉപ്പ അങ്ങ് പ്രവാസ ലോകത്ത് നിന്നും ഓടിയെത്തി മകനെ കാണാൻ. അവിടെ കൂട്ടക്കരച്ചിലായിരുന്നു. പിതാവ് മുഹമ്മദ് ഉണ്ണിയും ഉമ്മയും സഹോദരങ്ങളായ മിർഫാദും മിർഷാഫും കെട്ടിപ്പിടിച്ച് അലമുറയിട്ട് കരയുകയായിരുന്നു. ആ കരച്ചിൽ കേട്ടിട്ടും മിർഫാദ് മൗനമായി കിടക്കുകയായിരുന്നു. ഒരിക്കലും ഉണരാത്ത, ഒരിക്കലും വിളി കേൾക്കാത്ത ആ ഒരു ലോകത്തേക്ക് മിർഫാദ് മോന് യാത്രയായിരിക്കുന്നു. നാടൊന്നാകെ പ്രാർത്ഥനയോടെ കാത്തിരുന്നു എങ്കിലും ആ പൊന്നുമോനെ ജീവനോടെ നമുക്ക് ലഭിച്ചില്ല. പടച്ചറബിൻ്റെ കലാകാണ് പ്രിയപ്പെട്ടവരെ മരണം എന്നുള്ളത്. ക്ഷമിക്കുക, പൊറുക്കുക. അധ്യാപകരും ടീച്ചർമാരും കൂട്ടക്കരച്ചിലായിരുന്നു. കണ്ടു നിൽക്കുന്നവർക്കൊന്നും സഹിക്കാൻ പറ്റില്ല ആ ഒരു കാഴ്ച. പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ടവർ പടച്ചറബിലേക്ക് മടങ്ങി. ഇവിടെ ജീവിച്ചിരിക്കുന്ന ആ മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. അവരെ നമ്മൾ എന്തു പറഞ്ഞാണ് സമാധാനിപ്പിക്കുക? പടച്ചറബിന് മാത്രമേ സാധിക്കുള്ളൂ. അർഹമുറാഹിമായ റബ്ബേ, പടച്ചറബ്ബേ, മിർഫാദ് എന്ന ഈ ഒരു പൊന്നുമോന് നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. ആ പൊന്നുമോന് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. പുണ്യ റമളാനിൻ്റെ പ്രതിഫലം ആ പൊന്നുമോൻ്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നീ എല്ലാവരെയും കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ചറബ്ബേ, ആ മാതാപിതാക്കളുടെ വേദന, വിഷമം നിനക്കറിയാലോ റബ്ബേ. അവരുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, നോമ്പുകാരനായിട്ടാണ് റബ്ബേ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുന്നത്. ആ പൊന്നുമോന് സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. നാളെ ആ മാതാപിതാക്കളെയും ആ പൊന്നുമോനെയും നീ സ്വർഗത്തിൽ ഒരുമിപ്പിച്ചേക്കണേ റബ്ബേ. പടച്ചറബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ചറബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. مرادي أهل بدر يا مرادي نسيم تحية المولى العالي على أصحاب طه أبطالي خصوصا أهل بدر بالكرام خيار من ذوي الفضل الجليل هم الأبرار أعناق